ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫൈനലി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഗായ്സ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ബ്രോ ഒരുപാട് ഗ്യാപ്പ് വന്നല്ലോ, എന്താണ് വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജും DM-ൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഗായ്സ്, പ്രഷർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നു അണ്ടർ റേറ്റഡ് ആയിപ്പോവും. അത്രയും ഹെവി പ്രഷർ, വർക്ക് പ്രഷറായിരുന്നു. ഇന്ന് ഞാൻ വർക്ക് റിസൈൻ ചെയ്തു, ഫ്രീ ആയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ മുകളിലാണ് ഉള്ളത്. റൂമിലേക്ക് പോയിട്ടില്ല. ഫുൾ ടയർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസമായി ഒരു 19 മണിക്കൂറാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗ്യാപ്പിൽ വീഡിയോ ചെയ്യാനുള്ള ഒരു മൈൻഡില്ല. ഫസ്റ്റ് പറഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ള മൈൻഡില്ല. റൂമിലെത്തുന്ന സമയത്ത് തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 2 മണി 3 മണിയാകും. അഗെയിൻ 6 മണിക്ക് എഴുന്നേൽക്കണം, 7 മണിക്ക് വർക്ക് അഗെയിൻ സ്റ്റാർട്ടാവും. ഈ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി 3 മാസത്തേക്കുള്ള എഗ്രിമെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ജോബ് ചെയ്യാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ 3 മാസം കഷ്ടിച്ചു, അത് ഫിനിഷ് ചെയ്തു, ഞാൻ റിസൈൻ ചെയ്തു. പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഹെവി പ്രഷർ. ഞാൻ പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പോലും എനിക്ക് ഇത്രയും ഹെവി പ്രഷർ ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നും ചെയ്യാനുള്ളൊരു മൈൻഡില്ലായിരുന്നു. അതുകൊണ്ടാണ് ഗൈസ്, നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും. ജസ്റ്റ് ഒരു ഗിവ് അവേ വീഡിയോ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ, ലാസ്റ്റ് ഒരു 3-4 വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യും. ഇനി ഞാൻ എന്തായാലും ഇപ്പോഴൊന്നും പണിക്ക് കയറുന്നില്ല. കുറച്ച് ഗ്യാപ്പ്, ഫിസിക്കലി ഭയങ്കര ടയർഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. അത്രയും ഇപ്പോൾ തന്നെ എന്താ പറയുക, സംസാരിക്കാൻ വരെ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ഒരു വീഡിയോ, ഞാൻ ഇപ്പോൾ 1 hour-ആയി ഇവിടെ വന്നിട്ട് ട്രയൽ ചെയ്യാൻ തുടങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്നറിയത്തില്ല, ഇത്രയും ഒരു എന്താ പറയുക ഹെവി പ്രഷർ കൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ, ഇനി അപ്കമിങ് ഒരുപാട് ഗിവ് അവേസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഒരുപാട് പേര് ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. ഗൈസ്, അക്കൗണ്ട് അവൈലബിലിറ്റി കുറച്ചൊരു ഡൗൺ ആയിട്ടാണ് ഉള്ളത്. നിങ്ങളുടെ കെയർ ഓഫിൽ ഏതെങ്കിലും അക്കൗണ്ട്, ഈ ഫുട്ബോൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് DM-ൽ വന്നിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നു. ഇനി അങ്ങോട്ട് എന്തായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. വീക്ക്ലി ചെയ്യണമെന്നാണ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടിന്യൂസ്ലി എനിക്ക് തോന്നുന്നൊരു 1 മന്തായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഈ വീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഡിലേ ആവുന്നത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കോയിൻസ് ഗിവ് അവേ ചെയ്യണമെന്നുണ്ട്, പക്ഷേ കോയിൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി Q&Aയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഫുട്ബോൾ അക്കൗണ്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് കൊമൻസ് ആയാലും അതുപോലെ മെസ്സേജ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോയിൻസ് പ്രിഫർ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങളുടെ കെയർ ഓഫിൽ ആരെങ്കിലും സെല്ലർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് DM-ൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ അക്കൗണ്ട് വാങ്ങിയിട്ട് എല്ലാ വീക്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി അക്കൗണ്ട് ആയിരിക്കണം. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും നമ്മൾ ചെയ്യുന്ന അത്യാവശ്യം ഒരു മിനിമം 4-5 ഒരു കിട്ടിലും എപ്പിക്കുള്ള അക്കൗണ്ടാണ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ കൊടുക്കുന്നത് കിട്ടുന്ന ആ ഒരു പ്ലേയേഴ്സിന് വേർത്തായിരിക്കണം. വെറുതെ നോർമലി ഫ്രീ കിട്ടിയ എപ്പിക്സൊന്നും നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. മീൻസ് നമ്മൾ കൊടുക്കുന്ന അക്കൗണ്ടിൽ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ മിനിമം ഒരു 4-5 കിട്ടിലും എപ്പിക്കുള്ള ഒരു അക്കൗണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്കൗണ്ടിൽ തന്നെ, ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ മീൻസ് സെപ്പറേറ്റ്ലി എനിക്ക് വേറൊരു ചാനൽ തുടങ്ങാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ആ 2 ചാനലും കൂടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും മിസ്ലീഡിങ് തമ്പനിൽ യൂസ് ചെയ്യത്തില്ല, അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രാവലിംഗ് അതുപോലുള്ള വീഡിയോസാണ്. അത് എപ്പോഴൊന്നും ഉണ്ടാവില്ല കേട്ടോ. വീക്ക്ലി ഇപ്പോൾ ഞാൻ പറയുന്നത് ജസ്റ്റ് പറയുന്നുള്ളൂ. അതിനി ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യമാണ്. ചെയ്യണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ കൊമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ എന്തോ പറയണമെന്ന് ഉദ്ദേശിച്ചത്, മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ച ഈ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസ് അതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്.
പക്ഷെ ഞാൻ മാച്ചസ് കാണാണ്ട് വെറുതെ ഹൈലൈറ്റ്സ് കാട്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, മാച്ചസ് കാണാനുള്ള ഒരു സമയം വരെ അവൈലബിൾ അല്ല. അതിന് ലാസ്റ്റ് ആണ് ക്ലബ് വേൾഡ് കപ്പ് സെമി ഫൈനൽ പോലും, അത് ആസ് എ റയൽ മാഡ്രിഡ് ഫാൻ ആയിട്ട് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. മീൻസ് ഞാൻ പറഞ്ഞല്ലോ 18-19 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് എപ്പോഴാണ് ഗൈസ് ഈ ഒരു മാച്ചൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ പണിക്ക് പോകുന്ന സമയത്ത് നടക്കത്തില്ല. അത്രയും ഓവർലോഡിങ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വ്യക്തികൾ, ഈ ഫുട്ബോൾ സെല് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ DM ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു 4-5 നല്ലൊരു എപ്പിക്കുള്ള ഒരു പാക്ക് ആയിരിക്കണം, മീൻസ് അക്കൗണ്ട് ആയിരിക്കണം. പിന്നെ വീക്ക്ലി ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും, ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇനി എന്താണെന്ന് അറിഞ്ഞൂടായി. ഇപ്പോൾ തന്നെ ഓൾറെഡി തണുപ്പും ഫിസിക്കലി ഇങ്ങനെ ഇപ്പോൾ ഇരുന്ന് ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ. ഇപ്പോൾ എണീക്കാൻ പറ്റുമോ എന്ന് പോലും അറിയാത്തൊരു അവസ്ഥയാണ്. അത്രയും ഫിസിക്കലി ഡൗൺ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കോമൻസിൽ രേഖപ്പെടുത്തുക ഗൈസ്. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.